ഹായ് ഗൈസ്, അപ്പോൾ കുറേ നാളെ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് ഇന്ന് നല്ലൊരു മിനിയേച്ചർ പിഞ്ചറിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് പറയുന്നതാണ്. കുറേ ഷോർട്സ് വീഡിയോസാണ് നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ലെറ്റി ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ലെറ്റിയുടെ 2 കുട്ടികളാണ് നമ്മുടെ ഇരിക്കുന്നത്. മിനി പിഞ്ചറാണ്. ഇത് റെഡ് കളറും ഇത് ബ്ലാക്ക് ആൻഡ് ടാൻ കളറാണ്. രണ്ടും ഫീമെയിൽ കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ മിനി പിഞ്ചറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്താണ്, ഭയങ്കര ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രീഡാണ് അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടും കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 35 days ആയിട്ടുണ്ട്. റെഡി ടു സെയിലാണ്. നമ്മുടെ സ്ഥലം വരുന്ന എറണാകുളമാണ്. അപ്പോൾ മിനി പിഞ്ചറിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ തുടക്കക്കാരാണ്, ആരും പപ്പിനൊന്നും വളർത്തിയിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാം. പിന്നെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് സ്ഥലപരിമിതിയേ ഉള്ളൂ വളർത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മിനി പിഞ്ചറിനെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ വീട്ടിലൊരു വലിയ പപ്പിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ബ്രീഡൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടെ കൊണ്ടുപോകാം. എവിടെയായാലും ഇപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഒരടുത്തുള്ള ഒരു ഗസ്റ്റിനെ വീട്ടിൽ കൊടുക്കാനായാൽ പോലും നമുക്ക് ഇവന്മാരെ കൊടുത്തിട്ട് പോകാം. കാരണം ചെറിയ ബ്രീഡ് ആയ കാരണം നോക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലേശം കുറച്ച് ഫുഡ് മതി നിങ്ങൾക്ക്. ഒരു മുട്ട പകുതിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ, പുഴുങ്ങിയ മുട്ട പകുതിയൊക്കെ കൊടുത്താൽ തന്നെ ഇവന്മാരുടെ വയറിറയും. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റോയൽ ക്യാൻ മിനിയാണ്. ഓക്കെ, അപ്പം ഇന്ന് ഡീറ്റെയിൽ പറയാം. ഇതിപ്പോൾ ഏകദേശം 35 days ആയിട്ടുണ്ട്. ടെയിലൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ടെയിൽ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് ഇത് റെഡും ആണ്. രണ്ടും ഫീമെയിലാണ്. നമുക്ക് 4 പപ്പീസ് ഇറങ്ങി, അതിനകത്ത് എല്ലാം ഫീമെയിൽ പപ്പീസ് ആയിരുന്നു. ഒരു മെയിൽ പോലും കിട്ടിയില്ല. ഇതാണ് ഏറ്റവും സാഡ് പാർട്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 2 പപ്പീസ് ഉണ്ട്. അതുതന്നെ ടെയിലൊക്കെ കട്ടി ഇപ്പോൾ പലരുടെയും സംശയമാണ്, നമുക്ക് എപ്പോൾ ടെയിൽ ക്രോപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ടെയിൽ ക്രോപ്പ് ചെയ്യേണ്ട സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10 days ആകുമ്പോഴത്തേക്കും, ഒരു 10 ദിവസം ആകുമ്പോൾ തന്നെ നമ്മുടെ പപ്പീസിൻ്റെ ടെയിൽ ക്രോപ്പ് ചെയ്യാം. ഡോബറാനായാലും മിനി പിഞ്ചർ ആയാലും നമുക്കൊരു 10ാം ദിവസം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെയിൻ അധികം അറിയത്തില്ല. അതുപോലെ തന്നെ നല്ല ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ സുനിൽ ഡോക്ടർ ഉണ്ട്, പെലിക്യാമിലായാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സുനിൽ ഡോക്ടറിന് സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്തു തരും. അപ്പോൾ പക്ക സേഫാണ്. അപ്പോൾ ഇത് അറിയാൻ പാടാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇയർ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇയർ ക്രോപ്പ് ചെയ്യുന്നത്, പൊക്കി ഉയർത്തുന്നത്. അത് ഓപ്ഷണലാണ്. നമുക്ക് വീട്ടിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ. ഓക്കെ, നല്ല ഇത് വേർക്കണം. ഓക്കെ, അപ്പം ഇയർ ക്രോപ്പിംഗ് എന്ന് നോക്കുമ്പോഴത്തേക്കും വെയിറ്റിലാണ്. ഇപ്പോൾ അമേരിക്കൻ പുള്ളിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 8 kg, ഒരു 8 kilo ആകുമ്പോഴത്തേക്കും നമുക്ക് ഇയർ ക്രോപ്പിംഗ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടറിനോട് വിളിച്ച് ചോദിക്കുക. ഞാനിത് ചെയ്തിട്ടില്ല നിങ്ങളെ ഇയർ ക്രോപ്പിംഗ്. കാരണം ഇത് ആക്ച്വലി നമ്മളല്ല ചെയ്യുന്നത്, കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ അത് ആ സമയത്ത് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇയർ ക്രോപ്പിംഗ് എറണാകുളത്ത് നല്ല സ്ഥലം ഒന്നും പരിചയമില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പറോടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, വിളിച്ചു ചോദിച്ചാൽ ഞാൻ നല്ലൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇയർ ക്രോപ്പിംഗ് അങ്ങനെ ഇത് ഓൾറെഡി പൊങ്ങി നിന്നോളൂ നിങ്ങളുടെ ഇയർ. ഇപ്പോൾ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ചെവി ഇയേഴ്സ് ഓൾറെഡി പൊങ്ങി നിൽക്കും. അപ്പോൾ ചെയ്യണമെന്നില്ല. ഇയർ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ ഷേപ്പിംഗ് മാത്രമാണ്. അപ്പോൾ ടെയിൽ ക്രോപ്പിംഗ് ആണ് നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ടെയിൽ ക്രോപ്പിംഗ് നമ്മൾ എപ്പോഴും ചെയ്ത് വെക്കുക അല്ലടാ. പിന്നെ രണ്ടും നല്ല ആക്റ്റീവ് പപ്പീസാണ്. എല്ലാം ബോഡി ട്രെയിനിങ് ആയാൽ പോലും കൂട്ടിൽ അങ്ങനെ ഇതൊന്നും ചെയ്യില്ല, പുറത്തു പോയിട്ട് നിങ്ങൾ ചെയ്യത്തുള്ളൂ അങ്ങനെ. പിന്നെ അത് ഇപ്പം നമ്മൾ ശീലിപ്പിച്ചാൽ പോലും അത് നിങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ ശീലിപ്പിക്കണം അല്ലേ. നിങ്ങൾ നോക്കൂ. അപ്പോൾ എറണാകുളത്താണ്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. എൻ്റെ നമ്പർ ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്ന് കണ്ടെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും നമുക്ക് എത്തിച്ചേരാം. വന്ന് കണ്ടെടുക്കാൻ എറണാകുളത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലും എനിക്കതാണ് താല്പര്യം. അപ്പോൾ നമുക്ക് വന്ന് കാണുകയും ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി മിനി പിഞ്ചറിനെ പറ്റി ഇനി എന്താ പറയാനുള്ള, ഹെയർ ചെറിയ സ്മോൾ ഹെയർ ആണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇട്ട് വളർത്താൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആയാൽ പോലും ഇതൊക്കെ വാങ്ങിച്ച് വളർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ടു മെയിൻറ്റെയിൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ കൂടുതലും ഹെയർ ഫോൾ ഇഷ്യൂ പലർക്കും ഒരു ഇഷ്യൂ ആണത്. കാരണം ഹെയർ ഫോൾ വരുമ്പോൾ അലർജി അങ്ങനെ കാര്യങ്ങൾ വരും. പിന്നെ അറിയാലോ, വീട്ടിലിട്ട് നമുക്ക് വളർത്താൻ പറ്റില്ല ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഹെയർ ആണ്. ഓക്കെ, ഭയങ്കര പൊടി ഹെയർ ആണ്. അത് കാരണം നമുക്ക് വളർത്താനും പിടിക്കാനൊക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ആ ഹെയർ ഫോളിൻ്റെ ഇഷ്യൂ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു ഇതാക്കാം. ഇപ്പം ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഷിവാവോ, ജാക്ക് റസൽ ഇതൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ ഷിവാവിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഡോഗാണ് നമ്മുടെ മിനി പിഞ്ചർ. പിന്നെ JRT എന്ന് പറയുമ്പോഴത്തേക്കും JRT നല്ലൊരു ആക്റ്റീവ് ഡോഗാണ്. എന്നാലും അതിൻ്റെ ഹെയർ ഫോൾ ഇഷ്യൂ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഗൈസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീടിന് ഒരു ഗാർഡിങ് ഡോഗ് വേണം. നമുക്കപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിന്നപ്പാടിലേക്ക് തന്നെ ഡോബർ ആൻഡ് GST റോഡ് വീലർ. പക്ഷെ അതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ജയൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ്. പിന്നെ ഹൈ മെയിൻ്റെനൻസും ആണ്. നമുക്ക് വീട്ടിലൊന്നും പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ഈ 2 കുരുപ്പുകളെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ചെറുതാണെന്ന്. പക്ഷേ ഈ ഡോബ്രാൻ്റെ സെയിം ലീനേജ് തന്നെ വരുന്ന ഒരു ചെറിയ ബ്രീഡ്സാണ് ഈ മിനി പിഞ്ചർ എന്ന് പറഞ്ഞാൽ. ഇത് കണ്ട ഡോബ്രാൻ്റെ കളർ തന്നെ ബ്ലാക്ക് ആൻഡ് കളർ തന്നെ വരുന്നത്.
അപ്പോൾ ഇതിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ഗാർഡിങ് തരുന്ന ഒരു ബ്രീഡാണ്. കാണുമ്പോൾ ചെറുതാണെങ്കിലും നമ്മുടെ ഗേറ്റിനോട് ഒരാളൊന്ന് മുട്ടിക്കാനാണെങ്കിൽ ഉമ്മാർ അവിടെ ഓടിച്ചെന്ന് അവരെ വെറുപ്പിക്കും. കാരണം അത്രത്തിലുള്ള നല്ല ഗാർഡിങ് തന്നെ. പിന്നെ ഫാമിലി ക്യാമ്പയിനാണ്. കൊച്ചുങ്ങളുടെ വീട്ടിലേക്ക് ആയാൽ പോലും നമുക്ക് എടുത്ത് വളർത്താം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ബ്രീഡായ കാരണം നമുക്ക് എല്ലാത്തിനും ഉപകാരപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ വലിയ ബ്രീഡും ഉണ്ട്. നമ്മളിത് എല്ലാ ബ്രീഡും ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ കാര്യം മാത്രം ഒന്ന് പറയുന്നത്. അപ്പോൾ ഗാർഡ് ഡോഗായിട്ടൊക്കെ വലിയ ബ്രീഡ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ ചെറിയ ബ്രീഡ് എടുത്തു. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ലുക്ക് പരമായിട്ട് ഇഷ്ടപ്പെടൂല, അങ്ങനെയുള്ള ആൾക്കാർ എടുക്കണ്ട. നമുക്ക് അല്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ എടുക്കുക. പിന്നെ ഈ പാമ്പ്, എലി അങ്ങനത്തെ ശല്യമൊക്കെ ഉള്ള ആൾക്കാരായാലും ഇവന്മാർ വെറുതെ വിടുകയൊന്നുമില്ല. ഡാഷിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവന്മാർക്കും ഉണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇനി പറഞ്ഞ് ഫോളോ ആക്കാനുള്ള അപ്പം നല്ല ക്വാളിറ്റി മിനി പിഞ്ചറിൻ്റെ പപ്പി വേണമെന്നുള്ള ആൾക്കാരാണ് ഇത് സ്ക്രീനൊക്കെ നമ്മൾ വിളിച്ചും നല്ല ക്വാളിറ്റി റെഡും ബ്ലാക്ക് ആൻഡ് ആൻഡ് ഉണ്ട്. ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ എല്ലാത്തരം ബ്രീഡ്സ് നമുക്കുണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരാം. എറണാകുളത്താണെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. ഇതിപ്പോൾ എറണാകുളത്താണ് പപ്പീസ് കിടക്കുന്നത്. എറണാകുളം ചുള്ളിക്കൽ എന്ന് പറയും നമ്മുടെ സ്ഥലം. അപ്പോൾ ഈ സ്ക്രീൻ നമ്പറിലേക്ക് വിളിച്ച് ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ തരാം. വന്ന് കണ്ടെടുക്കാനുള്ള ആൾക്കാർക്കാണെങ്കിൽ വന്ന് കണ്ടെടുക്കാം. ഓക്കെ, അപ്പോൾ വേഗം കൊണ്ടുവയ്ക്കും.